മാറാത്തവൻ, എന്നേശു മാറാത്തവൻ, യേശു മതിയായവൻ, എന്നേശു ബലമായവൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 32 സങ്കീർത്തനം അതിൻ്റെ 6 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഇനി നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഏത് നിമിത്തം? അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 5-ാം വാക്യത്തിൽ അത് കേൾപ്പിക്കുന്നു. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്തെ നിന്നോട് പ്രാർത്ഥിക്കും. ഇത് കർത്താവിൻ്റെ കൃപകളെ കണ്ടെത്തേണ്ട കാലം തന്നെയല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊരു അനുഭവമാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുയേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം, ദൈവമക്കളെ, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് കഷ്ടത വന്നത് എനിക്ക് ഗുണമായെന്ന് പറയാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. തളർന്നും തകർന്നും ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുറവശങ്ങളെ നമ്മൾ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് ആത്മാവിലെ വിടുതൽ പ്രാപിച്ച് നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപയും കൃപാവരങ്ങളും ദൈവമക്കളെ നമ്മൾ അനുഭവത്തിലൂടെ കണ്ടെത്തി പോവുകയാണ്. നമ്മളൊന്നും തേടിയെടുത്ത് സമ്പാദിച്ചു കൊണ്ട് വെച്ചിട്ടല്ല, കർത്താവ് വിളിച്ചാൽ സകലവും വിട്ട് അനുഗമിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കട്ടെ. അപ്പോഴും പത്രോസ് ചോദിച്ചതുപോലെ ചോദിക്കാനൊരു മനസ്സും കൂടെ വരാതിരിക്കട്ടെ. സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. ദൈവമക്കളെ, അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാതിരിക്കട്ടെ. കർത്താവിന് വേണ്ടി സകലവും വിട്ടാണ് ഇറങ്ങിയതെങ്കിൽ എല്ലാവിധത്തിലുള്ള പോരാട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ നേരിടും. അപ്പോൾ ഈ ലോകം നമ്മളെ കൈവിടുമ്പോഴും മാറാത്തവനായി കൂടെ നിൽക്കുന്ന ദൈവം നമ്മുടെ അരികത്തുണ്ട്. ആമേൻ. വഴി കാണിച്ചു തരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുവാൻ, ഈ മഹാകഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, ഈ മഹാപ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, യേശുവേ സ്തോത്രം, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ എൻ്റെ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത കർത്താവ്, ഏത് മഹാകഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ടാണോ നിന്റെ മക്കൾ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്, ആ മഹാകഷ്ടതയ്ക്കകത്ത് കർത്താവെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിന്റെ മക്കളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.